ഹലോ, ഇന്നൊരു കിച്ചൺ ക്ലീനിങ് ആണ് കേട്ടോ. എൻ്റെ കിച്ചൻ്റെ അവസ്ഥ ഞാൻ കാണിച്ചു തരാം. രാവിലെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് എല്ലാം ഇതേ കണ്ടോ കണ്ടോ കണ്ടോ, ഇങ്ങേ അറ്റം തൊട്ട് അങ്ങ് വരെ ഫുൾ മെസ്സായിട്ട് കിടക്കുവാണ്. അപ്പം ഞാനൊരു വീഡിയോ എടുക്കാൻ കരുതി കേട്ടോ. ഈ ക്ലീനിങ്ങിൻ്റെയൊക്കെ എനിക്ക് ക്ലീനിങ്ങിൻ്റെയും അല്ലെങ്കിൽ വീട്ടിലെ ഒരു ഡെയിലി റൊട്ടീനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വ്ളോഗൊക്കെ എടുക്കുമ്പോൾ എനിക്ക് നല്ല സപ്പോർട്ടാണ് കേട്ടോ. കുറേ പേര് കമൻറ്റൊക്കെ ഇടും, കുറേ സജഷൻസൊക്കെ പറയും. എന്തായാലും നല്ലതാണ്. അപ്പം നമുക്ക് തുടങ്ങിയാലോ. തലപ്രാന്ത് പിടിച്ചിരിക്കുകയാണ് കേട്ടോ. എങ്ങനെ തുടങ്ങണം എവിടെ തുടങ്ങണമെന്നൊന്നും അറിയാൻ പാടില്ല, എങ്കിലും ചെയ്യാം. കണ്ടോ, ആകെ അലമ്പായിട്ട് കിടക്കുവാണ് കേട്ടോ, ആകെ അലമ്പായിട്ട്. ഞാൻ രാവിലത്തെ കോഫി പോലും കുടിച്ചിട്ടില്ല കേട്ടോ. പക്ഷെ ഇന്ന് എനിക്ക് കുറച്ച് ധൃതി ആയതുകൊണ്ടാണ് കേട്ടോ ഇന്നിങ്ങനെ ഇത്രയും മെസ്സാവാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് ഞാൻ ഒരു 6 മണി എന്തോ ആയപ്പോഴാണ് എണീറ്റത്. കാപ്പി മാത്രം കൊടുത്തുവിട്ടാൽ മതിയായിരുന്നു രാവിലത്തെ. ഉച്ചയ്ക്ക് വരും. അപ്പം രാവിലെ എണീറ്റ് ചപ്പാത്തിക്ക് കുഴച്ചങ്ങ് വെക്കാമെന്ന് കരുതി. അപ്പോൾ കാണാം മോട്ടർ കംപ്ലൈൻറ്റ്. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ മോട്ടറൊക്കെ സെറ്റാക്കിയത്. പിന്നെ ഞാൻ പെട്ടെന്ന് പോയി ചപ്പാത്തിയൊക്കെ കുഴച്ച് മോട്ടർ ഇട്ടപ്പോഴേ ഉള്ള വെള്ളത്തിൽ പെട്ടെന്ന് കുഴച്ചങ്ങ് മാറ്റി വെച്ച്. പിന്നെ അതിന് മുട്ടക്കറി ഉണ്ടാക്കി, ചപ്പാത്തി ഉണ്ടാക്കി, കൊച്ചിന് സ്നാക്സൊക്കെ എടുത്ത് അവന് ഫുഡ് കഴിപ്പിച്ച് കുളിയും കാര്യങ്ങളൊക്കെ തന്നെ റെഡിയാക്കിക്കോളും. പിന്നെ കോഫിയൊക്കെ ഇട്ട്, ബ്ലാക്ക് കോഫി ഇട്ട്, അങ്ങനെ അങ്ങനെ കുറേ ലേറ്റ് ആയിട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഇത്രയങ്ങ് മെസ്സായത്. നമുക്ക് ഓരോന്നായിട്ട് തുടങ്ങാം. രാവിലെ മഴയും ഉണ്ടായിരുന്നു കേട്ടോ, നല്ല മഴയുമായിരുന്നു. ഞാൻ ബ്ലാക്ക് കോഫി പോലും കുടിച്ചില്ല. കൈ കഴിക്കുന്നു. കണ്ടോ, ഈ മുടി പോട്ടെ, ബാക്കിയല്ല. ഞാൻ ഹെന്ന ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ഹെന്ന ചെയ്തിട്ടും സെറ്റായില്ല. അപ്പോൾ തുടങ്ങാം. അപ്പം ഒരു പാർട്സായിട്ട് കുറേശ്ശെ പാത്രങ്ങളൊക്കെ എടുത്തിട്ട് അങ്ങനെ കഴുകട്ടെ. എല്ലാം കൂടെ ഒരുമിച്ചിട്ട് എടുക്കുമ്പോഴാണ് കേട്ടോ ബുദ്ധിമുട്ട്. അപ്പം ഇവിടെ ഇരുന്ന ആ സെക്ഷൻ ഞാൻ ഫസ്റ്റ് അങ്ങ് തീർത്തി. എന്നിട്ട് നമ്മുടെ കൗണ്ടർ ടോപ്പിലെയും കാര്യങ്ങളിലേക്ക് ഓരോന്നായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിങ്ങനെ കുറച്ച് നേരം ഇരുന്നിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് തുറന്ന് സെറ്റ് ആകുമ്പോഴാണ് കേട്ടോ ഞാൻ അത് കബോർഡിലാക്കുന്നത്. പിന്നെ ഞാൻ ചില സമയത്ത് നമ്മുടെ വെയിലൊക്കെ ഉള്ള സമയമാണെങ്കിൽ കുറച്ച് വെയിലുള്ള സ്ഥലത്തോട്ട് ഞാൻ പാത്രങ്ങളൊക്കെ മാറ്റി വെക്കാറുമുണ്ട്. പിന്നെ ഇതിപ്പം കച്ചറ എന്ന് പറയുന്ന പോലെ കുറേ പാത്രങ്ങളുണ്ട് കേട്ടോ. കുട്ടി പാത്രങ്ങളും വലുതും എല്ലാം ഉണ്ട്. പിന്നെ ഞാൻ തലേന്നത്തെ പാത്രങ്ങളെല്ലാം കഴുകി വെച്ചതാണ്. പിന്നെ എന്താണോ ഉണ്ട് ഇത്രയും പാത്രങ്ങളായത്. പിന്നെ എടുത്തതും വെച്ചതുമായിട്ടുള്ള കുറേ ഉണ്ട് കേട്ടോ. അങ്ങനെയായിരിക്കും ഇത്രയും കൂടിയത്. കുറേ പാത്രമുണ്ട് കേട്ടോ. എല്ലാം കൂടെ ഒന്നിച്ചിട്ട് കഴിയുന്നതിന് നല്ലത് ഓരോരോ സെക്ഷനായിട്ട് കഴിയുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ കഴിയുന്നത്. ഇനി ഇത്രയും പാത്രം കൂടെ ഉള്ളൂ കേട്ടോ. കുറേശ്ശെ കഴുകി ഞാൻ ഈ സൈഡിലോട്ട് ആക്കിയിട്ടുണ്ട്. ഇങ്ങനെ കാണുമ്പോൾ കുറച്ച് പാത്രമായിട്ട് തോന്നും കേട്ടോ. പക്ഷേ ഈ നിരന്ന് വാരി കിടന്നപ്പോൾ ഫുള്ള്
പാത്രത്തിൻ്റെ ഒരു മയമായിരുന്നു. പിന്നെ കുറേശ്ശെ കഴിയുമ്പോൾ അത്രയും എനിക്ക് ഒന്നിച്ച് കഴിക്കുന്ന ഇഷ്ടമല്ല. കുറേശ്ശെ കഴുകി അങ്ങ് മാറ്റി. നമുക്ക് ഇതും കൂടെ കഴുകാം. അപ്പോൾ എൻ്റെ കിച്ചണൊക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഫൈനൽ ലുക്ക് നോക്കാം. ക്ലോസ് വ്യൂ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ടാറ്റാ.